ഇറാന്റെ ആണവ കേന്ദ്രത്തിലുണ്ടായത് ഭീകരമായ നാശമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉന്മൂലനം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്ന് അറിയാൻ ഇറാനിലെ അമേരിക്കയുടെ ആക്രമണം പരിശോധിച്ചാൽ മതിയെന്ന് ചിത്രങ്ങൾ പങ്കിട്ട് ഡൊണാൾഡ് ട്രംപ്. US ആണവ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നു എന്നും വ്യക്തമാക്കി. ദൃശ്യങ്ങളിൽ വെളുത്ത ദ്വാരങ്ങൾ കാണാം. ഇത് അമേരിക്കയുടെ ബോംബുകൾ ഇറാന്റെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പാറകളിലൂടെ തുളഞ്ഞിറങ്ങിയതാണ്. 3 ആണവ സൈറ്റുകൾ ആയിരുന്നു അമേരിക്കൻ ബോംബുകൾ തകർത്തത്. ഓരോ സൈറ്റിലും 2 ബോംബുകൾ വീതമാണ് ഇട്ടത്. ഇറാനിലെ ഫോർദോ ആണവ നിലയത്തിന് നേരെയുള്ള US ആക്രമണത്തിൽ ആഴത്തിൽ കുഴിച്ചിട്ട സ്ഥലത്തിലും അത് സൂക്ഷിച്ചിരുന്ന യുറേനിയം സമ്പുഷ്ടമാക്കുന്ന സെൻട്രിഫ്യൂജുകൾ നശിക്കുകയായിരുന്നു. ഇവിടെ 60 അടി താഴ്ചയിൽ പാറമലകൾക്കടിയിൽ ആയിരുന്നു ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന യുറേനിയം സമ്പുഷ്ടമാക്കുന്ന സെൻട്രിഫ്യൂജുകൾ. ആദ്യം US വർഷിച്ച മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ബങ്കർ ബോംബ് പാറമലകൾ പരമാവധി തുരന്ന് താഴെ ചെന്ന് വൻ സ്ഫോടനത്തിൽ പൊട്ടും. ഇത്തരത്തിൽ ആദ്യത്തെ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ബങ്കർ ബോംബ് പൊട്ടിയ അതേ ഭാഗത്തേക്ക് തന്നെ അടുത്ത ബോംബും വർഷിക്കും. പുറമേ കാണുന്നതിലും വൻ നാശമാണ് ഇറാന്റെ ഫോർദോ ആണവ നിലയത്തിനുള്ളിൽ എന്ന് ട്രംപ് വ്യക്തമാക്കി. 60 അടി താഴ്ചയിൽ എത്തുന്ന വൻ സ്ഫോടനത്തിൽ ആണവ നിലയം പൂർണ്ണമായും തകർന്ന് പാറക്കൂട്ടമായി മാറി എന്നാണ് US വിലയിരുത്തൽ. ഇറാൻ ഫോർദോയിലെ ഒരു പർവ്വതത്തിന്റെ വശം ഉൾപ്പെടെ ആഴത്തിലുള്ള ഭൂഗർഭ ഉറപ്പുള്ള സ്ഥലങ്ങളിൽ അവരുടെ ആണവ ശേഖരത്തിന്റെ ഭൂരിഭാഗവും കുഴിച്ചിടുകയായിരുന്നു. ജൂൺ 19 ഇതേ ആണവ നിലയത്തിന്റെ പുറത്ത് 1 ഡസനോളം ലോറികളും മറ്റും വന്നിരുന്നു. ജൂൺ 20 ആയപ്പോൾ ഏതാണ്ട് 70ഓളം ട്രെയിലർ ലോറികൾ, ബുൾഡോസർ, 4 വീലറുകൾ, ഫോർക്ക് ലിഫ്റ്റുകൾ എല്ലാം എത്തിയിരുന്നു. ഇത് ഇറാൻ ഫോർദോയിലെ ആണവ നിലയത്തിൽ ഉണ്ടാക്കിയ ബോംബുകൾ കൊണ്ടുപോകാനാണോ എന്ന സംശയം ഉണ്ടാക്കിയിരുന്നു. ഇറാൻ ആണവ ബോംബിന്റെ അടുത്തോ അത് കരസ്ഥമാക്കുകയോ ചെയ്തു എന്നതിന്റെ വലിയ സൂചന ആയിരുന്നു അമേരിക്കയുടെ പെട്ടെന്നുള്ള ആക്രമണത്തിന്റെ പിന്നിൽ. മേൽക്കൂര പോലും ഭൂനിരപ്പിന് വളരെ താഴെയാണ്. ആണവ നിലയത്തിന്റെ മേൽക്കൂര പോലും ഭൂനിരപ്പിന് വളരെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. തീജ്വാലയിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നും തീജ്വാലകൾക്ക് പോലും കടക്കാനാകാത്ത പാറ അമേരിക്കയുടെ കൂറ്റൻ ബങ്കർ ബോംബിന്റെ 14,000 കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ തുളച്ചും തകർത്തും നശിപ്പിക്കുകയായിരുന്നു എന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഏറ്റവും വലിയ നാശനഷ്ടം ഭൂനിരപ്പിന് വളരെ താഴെയാണ് സംഭവിച്ചത് എന്നും ട്രംപ് വ്യക്തമാക്കി. ബങ്കർ തകർക്കുന്ന ബോംബുകൾ പർവ്വതത്തിലേക്ക് തുളച്ചു കയറിയതായി കാണപ്പെടുന്ന 6 ദ്വാരങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. 3 ആണവ നിലയത്തിലുമായാണ് 6 ദ്വാരങ്ങൾ. ഇത് 6 ബങ്കർ ബോംബുകൾ ഇട്ടതിന്റെ അടയാളമാണ്. ടെഹ്റാന്റെ ആണവ പദ്ധതി മരിച്ചതായി ഇസ്രയേലും വിശ്വസിക്കുന്നു. 2003 US ഇന്റലിജൻസും US ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും അടച്ചുപൂട്ടിയതായിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ. ഇറാന് എളുപ്പത്തിൽ പുനരാരംഭിക്കാൻ കഴിഞ്ഞത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്താണ്. ഈ കാലഘട്ടം ഇറാന് വളമായി മാറി. ഞായറാഴ്ച പുലർച്ചെ ആക്രമണത്തിന് മുൻപ് ഇറാൻ ഫോർദോയിൽ നിന്ന് ആയുധ ഗ്രേഡ് ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഒരു ശേഖരം തന്നെ നശിച്ചുപോയി. എന്നാൽ ഇറാൻ വീണ്ടും ഭീഷണി ഉയർത്തുന്നു എന്നും ആക്രമണം ഭയന്ന ഒരു ഭാഗം ആണവ ഘടകങ്ങൾ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നും മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചിരിക്കാമെന്നും നിരവധി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഫോർദോയിൽ അസാധാരണ പ്രവർത്തനം കാണിക്കുന്ന മാക്സപ്പ് ടെക്നോളജീസിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ അതായിരുന്നു സൂചിപ്പിച്ചത്. കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിന് പുറത്ത് വാഹനങ്ങളുടെ നീണ്ട നിര കാത്തു നിൽക്കുന്നതായും അവർ ശ്രദ്ധിച്ചു. US ആക്രമണത്തിനു മുൻപ് ആയുധ ഗ്രേഡിലുള്ള 60% ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയതായി ഒരു മുതിർന്ന ഇറാനിയൻ സ്രോതസ് ഞായറാഴ്ച റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ: അവരുടെ ആണവ പദ്ധതിയെക്കുറിച്ച് വർഷങ്ങൾ പിന്നോട്ട് മാറ്റുക എന്നതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. മൊണ്ടേറിയിലെ മിഡിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ജെഫ്രി ലൂയിസ് പറഞ്ഞു. നമുക്കറിയാത്ത സൗകര്യങ്ങൾ മിക്കവാറും തീർച്ചയായും ഇറാനിൽ ഇപ്പോഴും ഉണ്ട് എന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.